കുഞ്ഞുമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? ഇന്നൊരു ചൈനീസ് നാടോടി കഥ പറയാം. നിങ്ങൾ ചൈന എന്ന് കേട്ടിട്ടുണ്ടോ? ചൈന ഒരു രാജ്യത്തിന്റെ പേരാണ്. ചൈനയിൽ നിന്നുള്ള ഒരു നാടോടി കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. പണ്ട് 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 ചൈനയിലൊരു രാജാവുണ്ടായിരുന്നു. വളരെ നല്ലവനായ മിടുക്കനായ ഒരു രാജാവ്. എന്നാൽ അദ്ദേഹത്തിന് വലിയ ഒരു സങ്കടമുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല. മക്കളില്ലെങ്കിൽ എന്തു പറ്റും? രാജാവിന്റെ കാലശേഷം രാജ്യം പിന്നെ ആരാണ് നോക്കുന്നത്? പിന്നെ ആരാണ് ഭരിക്കുന്നത്? ഇതാലോചിച്ച് രാജാവിന് എപ്പോഴും വലിയ വിഷമമായിരുന്നു. അദ്ദേഹത്തിന് വയസ്സായി തുടങ്ങി. ഇനി ഉടൻ തന്നെ യുവരാജാവിനെ കണ്ടെത്തണം. തന്റെ രാജ്യത്തെ മിടുക്കരായ കുട്ടികളിൽ നിന്നും ഒരു കുട്ടിയെ ദത്തെടുക്കാം. അവനെ ഭാവി രാജാവായി വളർത്തിയെടുക്കാം. എങ്ങനെയാണ് ആ കുട്ടിയെ കണ്ടെത്താൻ പോകുന്നത്? അതിനുവേണ്ടി ഒരു പരീക്ഷ നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. വളരെ വ്യത്യസ്തമായ ഒരു പരീക്ഷ. അന്നാട്ടിലെ കുട്ടികളോടെല്ലാം പിറ്റേ ദിവസം രാജകൊട്ടാരത്തിൽ എത്തിച്ചേരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അക്കൂട്ടത്തിൽ യിൻ എന്നൊരു കുട്ടിയുമുണ്ടായിരുന്നു. ഈ യിന്നിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇന്നിന് ചെടികളെയും പൂക്കളെയും ഒക്കെ വളരെ ഇഷ്ടമാണ്. തന്റെ കുഞ്ഞു വീടിന് മുന്നിൽ ഇന്നും അച്ഛനും അമ്മയും ചേർന്ന് അതിമനോഹരമായ ഒരു പൂന്തോട്ടം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടാതെ നിറയെ മരങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇന്നിന്റെ വീട്ടിൽ എപ്പോഴും പക്ഷികളുടെ ശബ്ദവും ചിത്രശലഭങ്ങളുടെ ചിറകടിയും പൂക്കളുടെ മനോഹരമായ സുഗന്ധവുമാണ്. ഇന്നും രാജാവിന്റെ കൽപ്പന പ്രകാരം കൊട്ടാരത്തിലേക്ക് പോയി. കുട്ടികളെല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോൾ രാജാവ് അവരെ കാണാനായി വന്നു. അദ്ദേഹം പറഞ്ഞു, വളരെ സന്തോഷം, നിങ്ങൾ എല്ലാവരും ഇന്നിവിടെ എത്തിയല്ലോ. ഞാൻ നിങ്ങൾക്ക് ഒരു സമ്മാനം തരാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ഒരു ചെടിയുടെ വിത്ത് സമ്മാനിക്കും. നിങ്ങൾ എന്ത് ചെയ്യണമെന്നോ? ഈ വിത്ത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി ഒരു ചട്ടിയിൽ പാകണം. നിങ്ങൾ ആ വിത്തിനെ ശ്രദ്ധാപൂർവം പരിപാലിക്കണം. 1 വർഷം കഴിയുമ്പോൾ ആ വിത്തിൽ നിന്നും മുളച്ചു വന്ന ചെടിയുമായി നിങ്ങൾ എന്നെ കാണാനായി ഇവിടെ എത്തണം. ഇത് വളരെ എളുപ്പമുള്ള പണിയാണല്ലോ, കുട്ടികൾ ചിന്തിച്ചു. വിത്ത് നടുക, ഒരു ചെടിയെ മുളപ്പിക്കുക. കുട്ടികൾ എല്ലാവരും രാജാവിന്റെ അടുത്ത് നിന്നും വിത്തുകളുമായി തങ്ങളുടെ വീടുകളിലേക്ക് പോയി. എല്ലാവരും സന്തോഷത്തോടുകൂടി വിത്തുകൾ നട്ടു. നമ്മുടെ യിൻ വീട്ടിലെത്തി അച്ഛനെയും അമ്മയെയും വിത്ത് കാണിച്ചു. തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ജോലിയാണ് രാജാവ് ചെയ്യാൻ തന്നിരിക്കുന്നതെന്ന് അവൻ സന്തോഷത്തോടെ അവരെ അറിയിച്ചു. അതിനുശേഷം വളരെ ശ്രദ്ധാപൂർവം ഒരു ചെടിച്ചട്ടിയിൽ തന്റെ കുഞ്ഞൻ വിത്തിനെ നട്ടു. ആ വിത്തിനെ നന്നായി പരിപാലിച്ചു. ദിവസങ്ങൾ മുന്നോട്ടു പോയി. ഇന്ന് കാത്തിരിക്കുകയാണ് തന്റെ വിത്ത് മണ്ണിന് മുകളിലേക്ക് മുളച്ചു വന്ന് അതിൽ പുതിയ ഇലകൾ വരുന്നത് കാണാൻ. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നിന്റെ വിത്ത് മുളച്ചു വന്നില്ല. ഇന്നിനാകെ സങ്കടമായി. എന്നാലും എന്തുകൊണ്ടാണ് എന്റെ വിത്ത് മുളയ്ക്കാത്തത്? ഞാൻ ഇതിനെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, എന്നിട്ടും എന്താണ് ഇത് മുളയ്ക്കാത്തത്? ഇന്നും അച്ഛനും ചേർന്ന് വിത്തിനെ മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റി നട്ടു നോക്കി. വീണ്ടും കാത്തിരിപ്പ്. പക്ഷെ ഒരു കാര്യവും ഉണ്ടായില്ല. ഇന്നിന്റെ വിത്ത് മുളച്ചതേയില്ല. ഇന്നിനാകെ സങ്കടമായി. എന്നാൽ അപ്പോഴേക്കും മറ്റു കുട്ടികൾ നട്ട വിത്തുകളെല്ലാം മുളച്ച് അതിൽ ഇലകൾ വന്നു. ചെടിയായത് വളരാൻ തുടങ്ങി. 1 വർഷം കഴിഞ്ഞു. രാജാവിനെ കാണേണ്ട സമയമായി. ചെടിച്ചട്ടികളുമായി കുട്ടികൾ രാജാവിനെ കാണാൻ കൊട്ടാരത്തിലേക്ക് പോകേണ്ട ദിവസമെത്തി. യിൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ,
ഞാൻ എങ്ങനെയാണ് കൊട്ടാരത്തിലേക്ക് പോകുന്നത്? ഞാൻ എങ്ങനെ രാജാവിനെ മുഖം കാണിക്കും? അദ്ദേഹം തന്ന വിത്തിനെ ഞാൻ വേണ്ട വിധത്തിൽ പരിചരിച്ചില്ല എന്നല്ലേ അദ്ദേഹം ചിന്തിക്കൂ. ഈ ഒഴിഞ്ഞ ചട്ടിയുമായി ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തെ കാണാൻ പോവുക? അച്ഛൻ പറഞ്ഞു, ഇൻ ആ വിത്തിന് നീ കൊടുക്കാവുന്ന പരമാവധി ശ്രദ്ധ കൊടുത്തു, പക്ഷെ അത് മുളച്ചു വന്നില്ല. സാരമില്ല, നീ ഇങ്ങനെ തന്നെ ഈ ചട്ടിയുമായി കൊട്ടാരത്തിലേക്ക് പോവുക. രാജാവിനോട് സത്യം പറയുക. ധൈര്യമായി പോകൂ. അങ്ങനെ അച്ഛന്റെ ഉപദേശപ്രകാരം നമ്മുടെ ഇൻ ചെടിച്ചട്ടിയുമായി കൊട്ടാരത്തിലെത്തി. കുട്ടികളെല്ലാവരും രാജാവിനെ കാണാനായി കാത്തു നിൽക്കുന്നു. അവരുടെയൊക്കെ ചെടികളിൽ എത്ര മനോഹരമായ പൂക്കൾ! ചിലതിൽ മഞ്ഞ, ചിലതിൽ ചുവപ്പ്, ചിലതിൽ നീല. ആഹാ, എന്തു ഭംഗിയുള്ള പൂക്കളാണ് ഈ കുട്ടികൾക്കൊക്കെ കിട്ടിയിരിക്കുന്നത്. എന്നാലും എനിക്ക് കിട്ടിയ വിത്ത് മാത്രം മുളച്ചില്ലല്ലോ. ഇൻ തല താഴ്ത്തി നിന്നു സങ്കടത്തോടെ. അപ്പോഴേക്കും രാജാവ് കുട്ടികളെ കാണാനായി വന്നു. അദ്ദേഹം കുട്ടികളെയും അവരുടെ ചെടിച്ചട്ടികളെയും നോക്കി. ഇന്നിന്റെ ഒഴിഞ്ഞ ചെടിച്ചട്ടിയും അദ്ദേഹം കണ്ടു. അദ്ദേഹം പറഞ്ഞു, വളരെ മനോഹരമായിരിക്കുന്നു നിങ്ങളുടെ ചെടികളും അതിലെ പൂക്കളും കാണാൻ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദേ ആ ഒഴിഞ്ഞ ചെടിച്ചട്ടിയാണ്. പെട്ടെന്ന് ഇൻ തലയുയർത്തി രാജാവിന്റെ മുഖത്തേക്ക് നോക്കി. എന്റെ ചെടിച്ചട്ടി അദ്ദേഹത്തിന് ഇഷ്ടമായെന്നോ? കുട്ടി, ഇവിടെ വരൂ, രാജാവ് പറഞ്ഞു. ഇൻ ലേശം ഭയത്തോടുകൂടി രാജാവിന്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം ഇന്നിനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, കുട്ടികളെ, ഈ വിത്തുകളെല്ലാം നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് എനിക്കറിയില്ല. എന്നാൽ ഒന്നറിയാം, ഇതൊന്നും ഞാൻ തന്ന വിത്തുകളായിരുന്നില്ല. ഞാൻ നിങ്ങൾക്ക് തന്ന വിത്തുകൾ കേടുവന്നവയും ചീത്തയായതുമായിരുന്നു. അതൊരിക്കലും മുളയ്ക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. ദേ, ഈ ഒഴിഞ്ഞ ചെടിച്ചട്ടിയിൽ മാത്രമാണ് ഞാൻ തന്ന വിത്തുള്ളത്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഈ ഒഴിഞ്ഞ ചെടിച്ചട്ടിയുടെ ഉടമയെ, എന്താണ് നിന്റെ പേര്? അദ്ദേഹം ഇന്നിനോട് ചോദിച്ചു. ഇൻ, അവൻ പറഞ്ഞു. ഇന്നിനെ ഞാൻ നിങ്ങളുടെ ഭാവി രാജാവാകാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. കുട്ടികളെല്ലാവരും അത്ഭുതത്തോടുകൂടി ഇന്നിനെയും രാജാവിനെയും നോക്കി. ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് സത്യസന്ധത. സത്യസന്ധനായ ഒരാളാണ് രാജാവാകാൻ ഏറ്റവും അനുയോജ്യൻ. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ ഏറ്റവും സത്യസന്ധത പുലർത്തിയ ഇന്നിനെ ഞാൻ നമ്മുടെ ഭാവി രാജാവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, അദ്ദേഹം പ്രഖ്യാപിച്ചു. അങ്ങനെ ഒഴിഞ്ഞ ചെടിച്ചട്ടിയുമായി പോയ നമ്മുടെ ഇൻ അങ്ങനെ ഒരു രാജകുമാരനാവുകയും ചെയ്തു. കുഞ്ഞുമണികൾക്ക് കഥ ഇഷ്ടമായോ? അപ്പോൾ ഏതു ഗുണമാണ് നമുക്ക് ഏറ്റവും പ്രധാനമായും വേണ്ടത്? സത്യസന്ധത. സത്യം മാത്രം പറയണം. കള്ളം പറയുന്നത് ഒരു നല്ല ശീലമല്ല. എപ്പോഴും നമ്മൾ സത്യം പറയാനായി ശ്രദ്ധിക്കണം. ഇന്നിന്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.